ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 ചോദ്യങ്ങൾ. ഈ ചാപ്റ്ററും ഒരുവിധപ്പെട്ടവരൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 35% കുട്ടികൾ നോക്കാറുണ്ട്. മീൻസ് 100-ൽ ഒരു 35 പേർ, 100-ൽ 65 പേരും ഈ ചാപ്റ്റർ അങ്ങനെ കൂടുതലൊന്നും നോക്കാറില്ല. കാരണം ഇത് പഠിക്കണമെന്നോ എങ്ങനെ, കാരണം ഇൻ്റഗ്രേഷനൊക്കെ കാണുന്നതുകൊണ്ടാണ് കുട്ടികൾ കുറച്ച് മനസ്സിലാവാതിരിക്കുന്നതുകൊണ്ടൊക്കെ 65% ആൾക്കാരും ഇത് പഠിക്കാറേ ഇല്ല. അപ്പോൾ നമുക്ക് എളുപ്പം ഒന്ന് പഠിച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പഠിക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകാം. ഈ 2 ചോദ്യങ്ങളൊന്ന് പഠിച്ചേരെ പിന്നെ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ വരും. നിങ്ങൾ ചെയ്യേണ്ടത് കാണുന്ന ഓരോ കുട്ടിയും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ട് പറ്റുന്നിടത്തെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഫുൾ സബ്ജക്റ്റുകൾ കുറവാണ്, കൂടുതലും മാത്സ് മാത്രമാണ്. എന്നിട്ട് നമുക്ക് കുഴപ്പമില്ല, എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഏകദേശം നമുക്കൊരു 85 കയറുന്നു. 84K സബ്സ്ക്രൈബേഴ്സ് ആവുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഓരോരുത്തരോട് ഞാനൊന്ന് നന്ദിയെന്ന് അറിയിക്കുകയാണ്. ഇനിയും കൂടുതൽ നിങ്ങൾ ആൾക്കാരിലോട്ട് എത്തിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പുതിയ രീതിക്കുള്ള എൻ്റെ രീതിക്കുള്ള മെത്തേഡ്സിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു സന്തോഷം, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓർ സോൾവ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓർ സോൾവ് എന്നായിരിക്കും കേട്ടോ. dx x+1/2 - y. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 3 ടൈപ്പ് സോൾവിങ് ഉണ്ടെന്നൊക്കെ അറിയാമോ? സോൾവ് ചെയ്യുന്നതിന് 3 ടൈപ്പ് ഏതൊക്കെയാണെന്ന് കേട്ടോ. വേരിയബിൾ സെപ്പറബിൾ, ഹോമോജീനിയസ് ആൻഡ് ലീനിയർ. ഓക്കെ, ഇതിലേതാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഈ തന്നേക്കുന്ന ഏതാ എന്നൊക്കെയുള്ള മനസ്സിൽ തോന്നലുണ്ട്. എന്തായാലും ആ തോന്നലൊക്കെ മാറ്റാൻ അവർ വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരുന്നാലൊന്നും തലയിലോട്ട് കയറില്ല. ഉണർന്ന് എഴുന്നേറ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ dx x+1/2 - y. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഏത് ടൈപ്പാണെന്നുള്ള ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ ഇതൊക്കെ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാന്നുള്ള പ്രശ്നമുണ്ട്. നമ്മൾ മറ്റ് 2 ഫോർമാറ്റ് പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഹോമോജീനിയസും ലീനിയറും. അത് രണ്ടും അല്ല, അതേ ഉള്ളൂ കാരണം കേട്ടോ. അത് രണ്ടും അല്ല, ഇത് ഹോമോജീനിയസും അല്ല ലീനിയറും അല്ല. അതുകൊണ്ട് പിന്നെ വേരിയബിൾ സെപ്പറബിൾ ആയേ പറ്റൂ. അങ്ങനെ അതിൻ്റെ ഒരു കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ dy അല്ലേ, ഇവിടെ dy ഉണ്ടല്ലോ. ഈ dyയുടെ കൂടെ ഈ 2 - y എത്തണം മോനെ. അപ്പോൾ ഇവൻ ഇവിടോട്ടിങ് എത്തണം. ഓക്കെ, അതുപോലെ dx ഇവിടെ എത്തണം. അല്ലാതെ ഇവനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. എപ്പോഴും dx dy ഒക്കെ മണ്ടയ്ക്ക് കസേരയിട്ടിരിക്കുന്നവരാണ്, താഴോട്ട് വരില്ല. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന dx എന്തായാലും മണ്ടയ്ക്ക് പോയേ പറ്റൂ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ആക്കാൻ ചെയ്യുവാണ്. ദാറ്റ് ഈസ് 2 - y × dy = x+1 × dx. ഓ, എന്ത് ക്രോസ് ചെയ്തപ്പോൾ കേട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇത് എന്ത് എളുപ്പമായി. വേരിയബിൾ സെപ്പറേറ്റ് നല്ല മനുഷ്യനായിട്ട് മാറിയണ്ടോ. ഡിവൈയുടെ കൂടെ മുഴുവൻ വൈകൾ, dxൻ്റെ കൂടെ മുഴുവൻ എക്സുകൾ. ഞങ്ങളെല്ലാവരും നല്ല മര്യാദക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി സെപ്പറേറ്റ് ചെയ്തു. അതാണ് വേരിയബിൾ സെപ്പറബിൾ. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഓക്കെ, ഇൻറ്റഗ്രേഷൻ നടത്താം. ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇവിടെ ഇൻറ്റഗ്രേറ്റ്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 2 - y മോനെ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ x+1 dx. ഓക്കെ ആണല്ലോ. ഇനി അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. വാട്ട് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് 2? ഇൻറ്റഗ്രൽ ഓഫ് 2 പെട്ടുപോയി. ഇത് 2-ന് ഇൻറ്റഗ്രലൊക്കെ എന്തോ അല്ലേ. 1-ന് ഇൻറ്റഗ്രൽ എത്രയായിരുന്നു? x എന്നാണ്. 2-ന് ഇൻറ്റഗ്രൽ എത്രയാണ്? 2x എന്നാണ്. ഇവിടെ y കൊണ്ടാണ്, dy അപ്പോൾ 2y അത്രയേ ഉള്ളൂ. ഓക്കെ, 2y. y-യുടെ ഇൻറ്റഗ്രൽ y²/2, x-ൻ്റെ ഇൻറ്റഗ്രൽ x²/2, 1-ൻ്റെ ഇൻറ്റഗ്രൽ x + c തീർന്നു. ഓക്കെ, അത്രമേ ഉള്ളൂ. അപ്പോൾ പരിപാടി കഴിഞ്ഞ് x+c ലാസ്റ്റിൽ. അപ്പോൾ ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുക അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് dx + 2y = e⁻3x. ഇത് ലീനിയറാണ് മോനെ. ലീനിയർ എന്ന് പറഞ്ഞാൽ dx വേണം കണ്ടോ. രണ്ടാമത്തെ py കണ്ടോ, y ഉണ്ട്. റൈറ്റ് സൈഡിൽ = q, y ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ലീനിയറാണെന്നൊക്കെ ഓർത്തിരിക്കുക. എൻ്റെ ഫോർമാറ്റ് dx + py = q ആണ്. ഇവിടുത്തെ p q എന്താണെന്നൊക്കെ ഒന്ന് എഴുതാം. p എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ കൂടെ ഉള്ള 2, q എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഫുള്ള്. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ. ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടറിൻ്റെ ഫോർമുല ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് e⁻p dx. ദാറ്റ് ഇസ് ഓൾ. e⁻p dx മോനെ. e⁻p ഇവിടെ 2 ആണ് മോനെ. അപ്പോൾ 2dx, 2-ന് ഇൻറ്റഗ്രൽ എത്രയാണ്? 2x. അപ്പോൾ കഴിഞ്ഞു, ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടി e⁻2x. ദെൻ സൊല്യൂഷൻ. ഓക്കെ,
സൊല്യൂഷൻ്റെ ഫോർമുല ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. അത്രയേ ഉള്ളൂ. ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. നല്ല സോളിഡായിട്ട് അങ്ങോട്ട് പറയണം, പഠിക്കണം. ഓക്കെ, ഇനി ഇവിടെ വാല്യൂ കൊടുക്കണം, ഇവിടെ വാല്യൂ കൊടുക്കണം, ഇവിടെ വാല്യൂ കൊടുക്കണം. ഇയാളെ നോക്കി എഴുതണം, വൈയെ നോക്കി എഴുതണം. ഓക്കെ, ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ എത്രയാണ്? ഇ റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു വാട്ട് ഈസ് ക്യൂ ഹിയർ? വാട്ട് ഈസ് ക്യൂ? ക്യൂ ക്യൂ ഇ റൈസ് 3x കേട്ടോ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് ഒന്നും ചെയ്യേണ്ട അവനെ, ഒന്നും എഴുതണ്ട, ഈക്വൽ ഇടാൻ പോയാൽ മതി. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് 3x, എ റൈസ് ബി എ റൈസ് എം ഇൻറ്റു എ റൈസ് എൻ, എ റൈസ് എം പ്ലസ് എൻ, ഇ റൈസ് 2x ഇൻറ്റു ഇ റൈസ് 3x, ഇ റൈസ് 2x പ്ലസ് 3x 5x. ഒറ്റ ടൈമായി, രണ്ടുപേരായിരുന്നു. ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ റൈസ് എക്സ്? ഇ റൈസ് എക്സ് വരട്ടെ, പോരട്ടെ. ഇ റൈസ് എക്സിന് ഇൻറ്റഗ്രൽ ഇ റൈസ് എക്സ്. അപ്പോൾ ഇ റൈസ് 5x എത്ര മോനെ? ഇ റൈസ് 5x ബൈ 5 പ്ലസ് 3, ദാറ്റ്സ് ഓൾ. തീർന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് മെറ്റീരിയൽ തരുന്നുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കിന് പകരം. ഓക്കെ, അത് ധാരാളം മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് പറയാം, ജോയിൻ ചെയ്യാം. എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.